എൻ്റെ മക്കളെ നമ്മൾ ആർട്ട് ഗാലറി വന്നപ്പം വെയിലിൻ്റെ ഫോസിൽ ഏത് ലാർജസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ് ഉങ്ങളെ ഫോട്ടോ താനേ എടുക്കറേ മക്കളെ. സോ നമ്മൾ വീണ ഉണ്ടാക്കണം കാണാൻ പോവേണേ. അർമാനിയായി. സോ മക്കളെ നമ്മളിപ്പം പോകാൻ പോണത് പാലസിലാണ്, തഞ്ചാവൂർ പാലസ്. മൊത്തം വെയിലാട്ടോ. വെയിലായതുകൊണ്ട് കണ്ണാടിയും കുടയും എല്ലാം. കുട അവൻ്റെ പെണ്ണിൻ്റെ, കണ്ണാടി ബാക്കിയൊക്കെ എൻ്റെ. അപ്പം നമ്മൾ ഇനി പാലസിലോട്ട് പോയിട്ട്, പാലസിൽ പോകണമെങ്കിൽ ടിക്കറ്റ് ചാർജ് 50 rupees അതിന് എക്സ്ട്രാ 5 rupees വെച്ച് രണ്ടിടത്ത് കൊടുക്കണം ഫോർ എക്സ്ട്രാ എൻട്രീസ്. സോ അതൊക്കെ ആദ്യമേ ബിയറൊക്കെ ചെയ്തുകൊണ്ട് വേണം വരാൻ. പാലസ് എൻട്രി എവിടെയാണെന്ന് അറിയത്തില്ല, തപ്പിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇവിടെ എല്ലാം നോ എൻട്രി. ഇത്രയും വലിയ കുഴൽ ഇതെങ്ങനെയാണ് എനിക്ക് ഊതണവന്മാർ. നല്ല വലുതാട്ടോ ഉണ്ടോ. ഇതിങ്ങനെ കയ്യിലെടുത്ത് വെയിറ്റ് കുറവാണ്, പക്ഷേ എന്നാലും ഇത്രയും ലോങ് നമുക്ക് ഹാൻഡിൽ ചെയ്ത് നിൽക്കണ്ടേ, ഭയങ്കര പാടാണ്. പിന്നെ ഒരു മിററുണ്ട് ഇവിടെ ഒരു ചേട്ടൻ ഇന്ന് മുണ്ടും കയ്യിലേക്ക് കൊടുത്തു വന്നേ. പഴയ ലോക്കർ. തുറക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം രാജാക്കന്മാർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഐറ്റംസിൻ്റെയൊക്കെ ഇതാ. യുദ്ധായുധങ്ങളും ഫോട്ടോയും ഇതേതോ വലിയൊരു ആർട്ട്, രാജാവ് ഉപയോഗിച്ച ഡ്രസ്സും. അപ്പം 5 രൂപ എടുത്ത് രണ്ടിടത്ത് പോയി. ഒരിടത്ത് എന്തായിരുന്നു, ഒരിടത്ത് അവരെ എക്യുപ്മെൻറ്റ്സ്, സാധനങ്ങൾ ഉണ്ടാക്കുന്നതും കുറച്ച് ഫോട്ടോസും അലമാര അങ്ങനത്തെ. രണ്ടാമത്തെ രാജാവിട്ട് ഇങ്ങനെ ഡ്രസ്സും അങ്ങനത്തെ ഇത്. അവിടെ തന്നെ ഒരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ വിട്ടെ. നമ്മൾ ഇതൊക്കെ അഡ്വഞ്ചറൊക്കെ ഇപ്പോൾ കണ്ടത് വവ്വാല തൂങ്ങി കിടക്കണേ. ഇനി ആ കളി കടല ആര് പോവാദ്യം ഒന്നും പണ്ണാതെ വെറുതെ അല്ല ഡാർക്ക് നൈറ്റ് ഉണ്ടാവും പേടിച്ചത്. പിന്നെ ഇറങ്ങാനാണ് അവര് പറഞ്ഞത്. ഈ വവ്വാലിനെ എടുത്തത് അത് കടിച്ചു വെച്ച് തരികയാണെങ്കിൽ നാളെ പനി പിടിച്ചാൽ കടിക്കൂല. മൊത്തം വവ്വാലാണോ കടിക്കൂടാ? എന്താ അത് പറക്കണ അടില്ലേ? അത് പോടാ. നീ ഇറങ്ങിയാലേ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. മേലോട്ടടിക്കത്തില്ല. എടാ എന്റെ അത്ര ധൈര്യമുള്ള ഒരു കുന്നുകളില്ലല്ലോ ഇവിടെ. അയ്യോ എന്തൊരു സ്മെല്ലടിയാ. മൈരി എവിടെ കിറി വീണെന്തി ഇവിടെ വരെ വന്നേലേ. അതെ മൂക്ക് കൊണ്ടിരുന്നോണ്ട് വാവണ്ടിരിക്കുന്നത് തീർന്ന്. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. പിന്നെ കടിക്കാം. ഓ എന്നാ കേവാ അത്, ഒടുക്കത്തെ നാറ്റം. പിന്നെ കുറേ വവ്വാലുകൾ. ബട്ട് ഇറ്റ്സ് എ അഡ്വഞ്ചർ ട്രിപ്പ്. കാണും പോലെയല്ല, നല്ല ഇരുട്ടാ. ഫ്ലാഷൊക്കെ അടിച്ചേ പോയേ. നല്ല ടാസ്ക്കായിരുന്നു. ഞാനാണ് ആ ഫ്രണ്ടിൽ നിന്ന് പോയത്. ഇവന്മാർക്ക് പേടിയായിരുന്നു. എല്ലാം ഇതാക്കണ്ട ആണെന്നും പറഞ്ഞ് നടക്കണം ഷണ്ടന്മാർ. ഞാൻ ആദ്യം പോയിട്ട് എക്സ്പ്ലോർ ചെയ്തേ. ബട്ട് ഇറ്റ്സ് എ അഡ്വഞ്ചർ. ദിസ് ഈസ് ആർട്ട് ഗാലറി. ഈ ഗാലറിക്കകത്ത് മൊത്തം നടരാജ വിഗ്രഹത്തിൻ്റെ ഓരോ ടൈമിലും പണിതതാണ്. ഫുള്ളതാ. ഇവിടെ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത്, എന്താ ഇമ്പോർട്ടൻസ്, എങ്ങനെ ക്രിയേറ്റ് ചെയ്ത്, ആരാ ഉണ്ടാക്കിയെന്നെല്ലാം ഉണ്ട്. ഇതെല്ലാം പാർവതിയുടെ സൈഡാണ്. നൈസ് കേട്ടോ പണി വെച്ചിരിക്കണം. ഇത് മറാഠിക്കാർ ഇത് പണിത സമയത്ത് ചെയ്തതാണ്. അതാ ഈ മറാഠി ടച്ച്. എൻ്റെ മക്കളെ നമ്മൾ ആർട്ട് ഗാലറി വന്നപ്പം
വെയിലിൻ്റെ ഫോസിൽ ഏത് ലാർജസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ് അതിൻ്റെ ഫോസിൽ കാണുകയെന്ന് പറഞ്ഞാൽ അത് കാണപ്പോഴാണ് അതിൻ്റെ സൈസൊക്കെ മനസ്സിലാവണം. എൻ്റെ പൊന്നു എന്നാ വലിപ്പം അത്. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ അത് സ്തംഭിച്ചിരിക്കുക. ബ്ലൂ വെയിലിൻ്റെ ഫോസിൽ, ബ്ലൂ വെയിലല്ല, ആ സമയത്തുള്ള ഏതോ ഒരു വെയിലിൻ്റെ ഫോസിൽ. ആ ടൈമിൽ ഫോൺസ് ഓഫ് വെയിൽ റിപ്സൊക്കെ നീളവും നീണ്ടിങ്ങനെ. ബ്ലൂ വെയിലിൻ്റെ വാല്, വെയിലിൻ്റെ വാല് ഇവിടുന്ന് ഇതോ അങ്ങോട്ട് പോകും. വേണ്ട ആ റിപ്സ് ഹെഡൊക്കെ അങ്ങ് അടക്കണം. ഒരു തിമിംഗലത്തിൻ്റെ ലെങ്ത് ആലോചിക്കണം. എൻ്റെതാ ഇവിടെ നിന്ന് എങ്ങനെ പോയാലും ഒരു 50 മീറ്റർ. മക്കളെ, സോ നമ്മളിതാ വീണ ഉണ്ടാക്കണം കാണാൻ പോവേണേ. ഇവിടെ ഓരോരുത്തന്മാർ വന്നിട്ട് അങ്ങ പോയി 5 ബിൽഡിങ് അക്കത്തിലേന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ തേങ്ങയില്ല. അവിടെ നിന്ന് ആ നാറയാണ് ഇങ്ങോട്ട് പറഞ്ഞോട്ട്. ഇവിടെ നിന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ഗൈഡിനോട് ചോരി പെരിയ കോവിൻ്റെ പിന്നാടിയെന്ന്. എങ്കെല്ലാം പോക വേണ്ടി തീർക്കുന്ന നിനക്കും കൂടെ തെരിയില്ല. പോയി പാക്കലാം. ഇതാ ബിഗിനിങ് സ്റ്റേജ്. ഫൈനൽ സ്റ്റേജ്. സോ മക്കളെ, വീണ ഉണ്ടാക്കണുണ്ട്. ചേട്ടൻ പറഞ്ഞ് വീണ ഉണ്ടാക്കണമെന്നും ഉണ്ടാക്കണ എടുത്തു. പക്ഷെ എന്ത് ചെയ്യല്ലേ, അങ്ങ് അവരുടെ ഒന്നും സംസാരിക്കില്ല, അവരെ കോൺസെൻട്രേഷൻ പോകുന്നു. സോ നമ്മളൊന്നും സംസാരിച്ചില്ല, ജസ്റ്റ് എല്ലാം ഷൂട്ട് ചെയ്തു. അതല്ലേ വേണ്ടത്. അവരെ വർക്കിനെ എന്തിനാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇനി അടുത്ത ആൾക്കാർ വരപ്പം ഇനി ഞാൻ കാരണം അവർ പെർമിഷൻ കൊടുക്കാതിരിക്കണ്ട. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷെ ഒരു വീട് ഉണ്ടാക്കണതിന് 30,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് കേട്ടോ. 30,000 തൊട്ട് 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ പോകും. ഹാൻഡ് ക്രാഫ്റ്റ് സൂപ്പർ സാധനം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്കൂള്, ഗവൺമെന്റ് ഗേൾസ് സെക്കൻഡറി സ്കൂൾ. ഇതുകൊണ്ട് ജയിൽ പോലും അളിയന്മാർ വരെയാണേ. റോഡ് പോകും. അപ്പം മക്കളെ ഇങ്ങോട്ട് വാ. അവിടെയാണെങ്കിൽ മാർക്കറ്റാണേ. മാർക്കറ്റിൽ നമ്മൾ എന്തൊക്കെ കാണും? പാവയ്ക്ക, പടവലങ്ങ, വെള്ളരിക്ക, കത്തിരിക്ക, എന്തിന് കോവയ്ക്ക. അവിടെയാണെങ്കിൽ കണിക്കൊന്നുണ്ടല്ലോ, കണിക്കൊന്നൊരു പൂ പറിച്ചിട്ട് വെച്ചിരിക്കുക. ഡ്രൈ ഉണ്ട്, പറിച്ചിട്ട് കുറച്ചുള്ളതുണ്ട്. കണിക്കൊന്നൊരു പൂ ആരെങ്കിലും കഴിക്കും നമ്മുടെ നാട്ടിൽ? എനിക്കറിയത്തില്ല. ആരെങ്കിലും ഇറങ്ങി പറ. അളിയെന്താ പാവം മേടിക്കാൻ പോവാ. ഇതേ കുതിര, ആട്. ഇത് നൈസ് അളിയാ, ഫാമിലി ആയിട്ട് ആടും. ഇതാളെ ഒറ്റയ്ക്കാടും. 950 രൂപ പാവയ്ക്ക്. പാവ എന്നെയത് എവളോ 400 നാളാ? 2 പീസ് 600. രാജ എങ്ക പോണ? അവ സിംഗിളാ? 1000 ആയിരിക്കും പറയുന്നത്. 600 അളയാ, അത് 300 രൂപ. 2 1000 രൂപ അല്ലേ? റൈറ്റാ? റൈറ്റ്. അത് 300 രൂപ, 1000 അളി ഇത് കൊട്ടിക്കൊണ്ടേ ഇരിക്കണ അളിയാ.
സോളാറാ? ഓ, എനിക്ക് മനസ്സിലായില്ല. ഇതല്ലേ ആടിയിട്ട് ഇറക്കുവാ? നിക്കാതാ? എടാ നിന്നോട് പേരെന്നാ? അർമാനിയെ? ശിവാണിയാ? ശിവാനി. அப்படியே நான் இந்த பொம்மை எடுக்கட்டுமா? பேக் பண்ணி கொடுப்பியா? கொடுக்க மாட்டியா? ரொம்ப அழகா இருக்கு. இதா? എന്നാ ഇത് കൊടു. കൊച്ചി സെലക്ട് ചെയ്തല്ലേ? എന്നാലും അതല്ല പറയാൻ വന്നേ. അത് മാഗ്നറ്റിക് ആണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അളിയാ. എടാ കൊറ എന്ന് ആടിക്ക.